നിങ്ങളിൽ എത്ര പേര് സ്റ്റെറിലൈസേഷൻ ഓഡിറ്റിംഗ് ചെയ്യാറുണ്ട്? നമ്മളൊക്കെ ക്വാളിറ്റി സംസാരിക്കുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ ഏതൊരു ക്ലിനിക്കിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റെറിലൈസേഷൻ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക. സോ ഈ ഒരു ഏരിയയിൽ എപ്പോഴും ഒരു ഓഡിറ്റിംഗ് എന്താണ് നിർബന്ധമാണ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഡിറ്റിംഗ് ആണ്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് എത്രത്തോളം ക്ലിയർ ആണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഓഡിറ്റിംഗ് ഫസ്റ്റ് ചെയ്യണം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ്സ്, ഓട്ടോക്ലേവോ മറ്റുള്ള കാര്യങ്ങളോ സ്റ്റെറിലൈസേഷൻ സപ്പോർട്ടിങ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഓഡിറ്റിംഗ് ചെയ്യണം. തേർഡ് വൺ ഈസ് ദ സ്റ്റോറേജ്. ഈ സ്റ്റെറിലൈസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ ആ ക്യാബിനറ്റിൽ ഒരു ഓഡിറ്റിംഗ് മസ്റ്റാണ്. ഫോർത്ത് വൺ ഈസ് ദ ഓപ്പറേറ്ററി. നമ്മൾ ചെയർ ആയിക്കോട്ടെ, ഒരു കേസിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ത് ചെയ്യണം, നമ്മളൊരു ഓഡിറ്റിംഗ് നിർബന്ധമാണ്. ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, നമ്മളെ ഗോഗിൾസ്, ഗ്ലൗസ്, അതുപോലെ നമ്മൾ ടച്ച് ചെയ്യുന്ന ഗൗൺസ്, സർജിക്കൽ ആപ്രോൺസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. സോ ഈ ഒരു 5 ഏരിയയിലും സ്റ്റെറിലൈസേഷൻ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം നിങ്ങൾ ക്ലിനിക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ക്വാളിറ്റി കൂടുകയും ചെയ്യും. അതുപോലെ ക്ലിനിക്കിൻ്റെ സ്റ്റാൻഡേർഡ് അത് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.